എത്രത്തോളം തെളിവുകളൊക്കെ കിട്ടിയിട്ട് പോലും എന്താണ് ഈ ഒരു സംഭവിക്കുന്നത് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. നിങ്ങൾ കൃഷ്ണകുമാർ ദിയ കൃഷ്ണയുടെ കടയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാം കേട്ടൊരു കാര്യം. കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും ആ ഒരു 3 സ്ത്രീകൾ ഇവരാണ് കുറ്റക്കാർ, അല്ലെങ്കിൽ ഇവർ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള എല്ലാ തെളിവുകളും കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷവും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. സോ ഇവർക്കെതിരെ ഒരു കേസും മറ്റ് കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ല. പക്ഷേ എന്താ പറയുക, ഇവർക്കെതിരെ, അതായത് പരാതിപ്പെട്ടവർക്കെതിരെയും എന്താ പറയുക, പൈസ പോയവർക്കെതിരെയുമാണ് കുറ്റങ്ങൾ എന്നൊക്കെ പറയുന്നത്. എന്തായാലും കൃഷ്ണകുമാറിൻ്റെ മുകളിൽ FIR ചുമത്തിയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അവരെ മാനഭംഗപ്പെടുത്തി, അതുപോലെ തന്നെ പരാതിപ്പെട്ട സ്ത്രീയുടെ വസ്ത്രം വലിച്ചു കീറി എന്നുള്ള സംഭവങ്ങളൊക്കെ വെച്ചാണ് FIR ചുമത്തിയെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്. സോ എന്തായാലും നമ്മളുടെ പണം പോയാലും നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണ്. അതായത് എങ്ങനെയെങ്കിലും പറയുന്ന പൈസ തിരിച്ച് എങ്ങനെയെങ്കിലും എന്ന് പറയുന്നത് അത്യാവശ്യം ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഭീഷണിപ്പെടുത്തി ഇങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാരിച്ചൊക്കെ ആയിരിക്കും നമ്മൾ. സോ ബിരിയാണിയും ഫുഡൊക്കെ മേടിച്ചു കൊടുത്ത് വസ്ത്രമൊക്കെ വലിച്ചേറുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? സോ എന്തായാലും എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാകുമെന്ന്. കാരണം അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പാർട്ടി നിൽക്കുന്നൊരു വ്യക്തിയാണ്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല എന്ന് തന്നെ അതാണ്ടെങ്കിൽ ഉറപ്പിക്കാവുന്നൊരു കാര്യമാണ്. സോ എന്തായാലും തെളിവുകൾ കിട്ടിയിട്ട് എന്താണ് സംഭവിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല. സോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സ് മാക്സിമം പറയുക. അടുത്ത വീഡിയോ കാണുന്നുണ്ട്. ഗുഡ് ബൈ.